Iqoo എന്ന ബ്രാൻഡിന്റെ Iqoo 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo 12 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Iqoo 12 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1.5K റെസൊല്യൂഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LTPO AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. LTPO എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ മാക്സിമം 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1200 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. വളരെ കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ടിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 204 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. IP64 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലൂമിനിയം അലോയ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ 2 വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൽഫ അതുപോലെ തന്നെ ലെജൻഡും. ഇതിൽ ആൽഫ വേരിയന്റിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ലെജൻഡ് വേരിയന്റിൽ പോർസിലിൻ എനാമൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് Iqoo 12. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 12 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ സെപ്പറേറ്റ് ആയിട്ട് Q1 ചിപ്പ് എന്നുള്ള ഒരു ചിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 6010 mm² ആണ്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇപ്പം സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ അധികം 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടാവാറില്ല. Android 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ്. പിന്നെ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് ഒംനിവിഷൻ OV50Hന്റെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.3 ഇഞ്ചാണ്. പിന്നെ ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടാമത് 50 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സാംസങ് JN1 സെൻസറാണ്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 64 മെഗാപിക്സലിന്റെ f2.6 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 100x ഹൈബ്രിഡ് സൂമും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.5 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബോക്സിൽ തന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ USB 2.0ന്റെ സപ്പോർട്ടേ വരുന്നുള്ളൂ. USB 3.2ന്റെ സപ്പോർട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടില്ല. ആ 2 കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് തോന്നി. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 52,999 രൂപയാണ്. 16 GB റാം വെർഷൻ്റെ വില വരുന്നത് 57,999 രൂപയാണ്. ഡിസംബർ 13 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴി ആയിരിക്കും ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക.
പിന്നെ HDFCയുടെ അതുപോലെ തന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 53,000 രൂപ പ്രൈസ് റേഞ്ചിൽ Iqoo 12 എന്ന ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടും USB 3.2 സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും അത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Iqoo 12. എന്തായാലും Iqoo 12 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.